ആദർശാണെങ്കിലും അബിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ, നിന്റെ നെഞ്ച് ഞാൻ ഇടിച്ച് കലക്കും എന്നുള്ളത്. അപ്പോൾ അബിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയാണ്, എത്രയൊക്കെ പറഞ്ഞാലും സത്യം നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ട് എന്ന് ഇങ്ങനെ ആദർശിനോട് പറയുമ്പോൾ അതന്നെയാടാ എനിക്കും പറയാനുള്ളത്. സത്യം ഒരു നാൾ പുറത്ത് വരും, അന്ന് നീ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. എനിക്കും നല്ല സംശയമുണ്ട് ചന്തുമോളുടെ അച്ഛൻ നീയാണോ എന്നുള്ളതെന്ന് പറയുമ്പോൾ അബി പറയാണ്, ഇനിയിപ്പോൾ സ്വന്തം കൈകൾ ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് ആ കുറ്റം കൂടെ എൻ്റെ തലയിലേക്ക് അങ്ങ് ചാർത്തിക്കോ എന്ന് പറയൂട്ടോ. പിന്നീട് ആദർശ് പറയാണ്, അനയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അവളെ പെട്ടെന്നൊന്ന് റിക്കവർ ആവണം, സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചും അതുപോലെ തന്നെ നേർച്ചയും നേർന്ന് നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് പറയൂട്ടോ. അപ്പോൾ നീ ആയിരിക്കും ചിലപ്പോൾ അവൾ സംസാരിക്കരുത് എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അബിയാണെങ്കിലും ദേഷ്യത്തോടെ ആദർശിനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് അനഘേനെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ചേച്ചി അനഘയ്ക്ക് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ആ സമയത്താണ് അബി റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, സാറിൻ്റെ ഏട്ടൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയേ ഉള്ളൂ എന്ന് പറയൂട്ടോ. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു എന്ന് അബി പറയാണ്. പിന്നീട് ചേച്ചി കഞ്ഞിയൊക്കെ കൊടുത്ത് അനഘയുടെ മുഖമൊക്കെ തുടച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് അബിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ അനഘയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ അനഘയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ അനഘ കിടക്കല്ലേ. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാടി മരിച്ചിട്ട് നീ ഇങ്ങനെ വീണ്ടും ജീവിച്ചത്, ഇങ്ങനെ ജഡം കണക്കെ കിടക്കാനോ, അങ്ങ് ചത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തിൽ ഓരോന്ന് പറയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അനഘയുടെ മുഖത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് പോയല്ലോ ഒരുത്തൻ ആദർശ്, അപ്പോൾ അവൻ്റെ മകളായിട്ടാണ് ഇപ്പോൾ നിൻ്റെ മകൾ അവിടെ കഴിയുന്നത്. അങ്ങനെ ഒരു കഥ മെനയാൻ എനിക്ക് പറ്റിയടി, അത് കുറേ കാലത്തേക്ക് എല്ലാവരെയും വിശ്വസിപ്പിക്കാനും എനിക്ക് പറ്റും, അല്ലാതെ നിന്റെ മകളുടെ പിതൃത്വം ഏറ്റെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. നിന്റെ കാലോ കയ്യോ എന്തെങ്കിലും ഒന്ന് അനങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീടിന് ചുറ്റും ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ള ചലനം കൂടെ അപ്പോൾ അവിടെ നിലയ്ക്കും എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ അനഘയുടെ മുഖമൊക്കെ അമർത്തി പിടിച്ച് അങ്ങ് ഇതാക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനഘയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നയനയോട് പറയാണ്, അവന് അവിടെ ആ സമയത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ അവനാണോ ഇതിൻ്റെ പിന്നിൽ എല്ലാം എന്നുള്ളൊരു സംശയം നയനയ്ക്കും ആദർശിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അനഘയുടെ വീട്ടിൽ ഇങ്ങനെ ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ ചിലപ്പോൾ അബി വിലക്കെടുത്തതാവും എന്ന് പറയുമ്പോൾ അതിൽ സംശയമൊന്നുമില്ല, അതങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അബി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ട്, അവിടെ എന്തായാലും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നൈന പറയുന്നുണ്ടായിരുന്നു, ഈ അനഘയുടെ പേരൊന്ന് തേടി പോകണമല്ലോ ആദർശേട്ടാ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ആർക്കാ സമയം എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയമില്ലെങ്കിലും ഇടയ്ക്ക് നമ്മൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദർശ് പറയും, അനഘയ്ക്ക് ഇവിടെ ആരും അങ്ങനെ അത്ര പരിചയക്കാരും ബന്ധുക്കളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്, അവളിങ്ങനെ ഗൾഫിലായിരുന്നല്ലോ എന്ന് പറയും. എന്നാലും ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ അനഘയുടെ ജീവിതത്തിലേക്ക് വന്ന ആളാരാന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും നമുക്ക് സത്യം തിരിച്ചറിയാലോ എന്നൊക്കെ നയന പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ അമ്മയും കൂടി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിന്നാൽ എനിക്ക് അതൊരു വലിയതായി എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ ചന്തുമോളോടുള്ള ഇഷ്ടം കൊണ്ട് അമ്മ അതത്ര വലിയ കാര്യമാക്കില്ല, ചന്തുമോൾ അത്രയ്ക്കും അമ്മയുടെ മനസ്സിലൊക്കെ കയറി പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. പിന്നീട് അബീനെയാണ് കാണിക്കുന്നത്. അബി ഇങ്ങനെ ഏർപ്പാടാക്കിയിട്ടുള്ള രണ്ടാളുകളുണ്ടല്ലോ, അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് അനഘേനെ കാണാൻ ചെന്ന കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ മുത്തശ്ശനും ആദർശും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അവളെ കാണാനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്നെ കാര്യങ്ങൾ വിളിച്ചറിയിക്കണം, അതുപോലെ തന്നെ അനഘയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതും പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്നൊക്കെ അവരോട് പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ആ വീട്ടിലേക്ക് ആരാ വരുന്നത് പോകുന്നതെന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയൂട്ടോ. അപ്പോൾ അനഘേനെ ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടായിരുന്നു, ഇനിയിപ്പോൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് അവർ പറയുന്ന സമയത്ത് അനഘ ഇനിയിപ്പോൾ സംസാരിക്കാനും എണീക്കാനൊന്നും പോകുന്നില്ല, അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ അബി പറയുകയാണ്. പിന്നീട് ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരിലാണല്ലോ അങ്ങനെ അബി ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ചാൻസ് നന്നായിട്ട് മുതലാക്കിക്കൂടായിരുന്നോ എന്നൊക്കെ അവരും ചോദിക്കുമ്പോൾ അത് ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ അബി പറയാണ് കേട്ടോ. ആദർശിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിലും അപ്പുറം ഞാൻ വാങ്ങിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ അബി പറയാണ്. പിന്നീട് അത് മാത്രമല്ല, ആ വീട്ടിലെപ്പോഴും എന്നെയാണ് മോശക്കാരനാക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്, എന്നേക്കാളും ഇളയവനാണ് അനി, എന്നിട്ട് അവന് 3 ബ്രാഞ്ചാണ് അവൻ കൊടുത്തത് എന്നൊക്കെ പറയാണ്. എനിക്കാണെങ്കിൽ ഒരു ബ്രാഞ്ച് പോലും തന്നിട്ടില്ല, ഒരു ബ്രാഞ്ച് തരാമെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നൊക്കെ പറയുകയാണ്.
പിന്നീട് അത് മാത്രമല്ല മുത്തശ്ശൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ ഭീഷണിയൊന്നും നടക്കില്ല. അന്ന് അനഘയുടെ വീട്ടിൽ വെച്ച് നടന്നതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. ഭീഷണി പോലെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് ചെയ്തോ എന്നല്ലേ പറഞ്ഞത്. പിന്നെ ആ മോള് വന്ന് ആദർശിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതോടുകൂടിയല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു വഴിത്തിരിവായത് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് അവർക്ക് പണമൊക്കെ കൊടുത്ത് അങ്ങ് സെറ്റിലാക്കി പോകുന്നുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആദർശ് എന്തോ അങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ബാക്കി തുക കൂടെ വേണമെന്ന് പറയട്ടോ. അപ്പോൾ നിനക്ക് ചോദിച്ച 5 ലക്ഷം ഞാൻ തന്നില്ലേ, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്ത് തരാനിങ്ങനെ കാശ് ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുന്നല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ജ്വല്ലറിയിൽ ഒരു മാസം എത്ര ലാഭം വരുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് ഉപയോഗിക്കുമെന്നല്ല, അത് കൃത്യമായിട്ട് ബാങ്കിലിടുന്നുണ്ട്, അത് നീ ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ ഇത് കിട്ടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് പണത്തിന് ആവശ്യമുള്ളപ്പോഴാണ് അത് കിട്ടേണ്ടത്. അപ്പോൾ തന്ന പൈസ എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. നവിക്ക് കുറച്ച് സ്വർണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ തന്നെ അത് തീർന്നു എന്ന് പറയുമ്പോൾ, നീ നവിക്ക് സ്വർണ്ണം വാങ്ങിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ ചിലപ്പോൾ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരും, പക്ഷേ ആദർശേട്ടൻ ചെയ്ത തെറ്റ് ഏട്ടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം അതോടെ തീരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെ തീരില്ല. ഇനിയിപ്പോൾ ആദർശേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. അപ്പോൾ എന്നോടത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനും ഇങ്ങനെ കൂടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, എന്ത് കാര്യമാണ് നീ അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ആദർശാണെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ അബീനോട്, നീ പറയടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ്, എന്നാൽ പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണ്. അപ്പോൾ ഇവരോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, അതായിരിക്കും എനിക്ക് പണം തരില്ല എന്ന് ഇത്ര ഇതോടെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അബി പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരോട് മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അതോ ഈ വീട്ടിലെല്ലാവരെയും അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ടി വന്നാൽ അതും പറയും എന്ന് നയന അങ്ങ് തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് പോലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു കുടുംബം തകർക്കുന്ന പരിപാടിയാവും എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് കേട്ടോ. വേണ്ടി വന്നാൽ എല്ലാവരോടും പറയും. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, ഇനി ഇങ്ങനെ പണം തട്ടാമെന്ന് വിചാരിക്കേണ്ട, ഒരു 5 പൈസ പോലും നിനക്ക് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നൊക്കെ നയനയും പറയാൻ കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരില്ല എന്ന് ആദർശം പറയുകയാണ്. എന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിലെ എല്ലാവരെയും ഈ കാര്യം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അബിയുടെ മനസ്സിൽ അബി പോകുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അബിയുടെ പിറകെ ചെന്ന് കോംപ്രമൈസ് ആവും എന്നാണ് കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നയനിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, എത്രയെന്ന് വെച്ചാൽ അവൻ്റെ ബ്ലാക്ക് മെയിൽ സഹിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. പിന്നീട് അബി നേരെ ദേവയാനിയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. ദേവയാനി ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മായിക്ക് ഈ കുട്ടീനോട് ഭയങ്കര സ്നേഹമാണല്ലോ, അമ്മായിയുടെ ജീവൻ എടുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് ഈ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയൂ കേട്ടോ അബി. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് മാലപ്പടക്കം പോലെ എല്ലാവരും അറിയും, അത് ആഘോഷിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ അത് ഇങ്ങനെ ആരും പറയുന്നില്ല, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ജലജയ്ക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തെളിയിച്ച് പറയടാ എന്ന് പറയുകയാണ്. അപ്പോൾ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നയന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. നയന വരുമ്പോൾ തന്നെ ചോദിക്കും, അബി ഞാൻ എല്ലാം തുറന്നു പറയട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നീ പറയടാ എന്ന് പറയൂ കേട്ടോ നയനയാണെങ്കിലും. അപ്പോൾ നീ പറയുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനത് പറയാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് അബിയാണെങ്കിലും നയനയോട് പറയാം. നീയല്ലേ എല്ലാം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്, പിന്നെ ഞാൻ പറയാൻ പോകുമ്പോൾ നീ എന്തിനാ അത് തടയുന്നതെന്നൊക്കെ നയന ചോദിക്കുകയാണ്. അപ്പോൾ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് അത് സഹിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ അബി പറയുമ്പോൾ, ആദർശേട്ടൻ്റെ ഭാര്യയായ ഞാൻ അതറിഞ്ഞപ്പോൾ ഉൾക്കൊണ്ടില്ലേ, അതുപോലെ അമ്മയ്ക്കും പറ്റും എന്ന് പറയാണ്. എന്നിട്ട് നയനയോട് വീണ്ടും അബി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അബിയുടെ മനസ്സിൽ വലിയൊരു രഹസ്യമാണല്ലോ, അത് വെച്ചാണല്ലോ ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നയന അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ, അതെല്ലാവരും അറിയില്ലേ. അപ്പോൾ പിന്നീട് ആ പേരും പറഞ്ഞ് ആദർശിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അബി അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നയനയാണെങ്കിലും അത് കേൾക്കുന്നില്ല. നയന പറയുന്നുണ്ടായിരുന്നു, നീയല്ലേ എല്ലാവരോടും എല്ലാം പറയുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്, പിന്നെ ഞാൻ പറയാൻ പോകുമ്പോൾ നീ എന്തിനാ എന്നെ തടയുന്നത്, ഞാൻ എന്തായാലും പറയും എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോഴും അബി പറയുന്നുണ്ട് കേട്ടോ, അമ്മായിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആദർശേട്ടൻ്റെ ഭാര്യയായ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഉൾക്കൊണ്ടില്ലേ, അതെന്തായാലും അമ്മയ്ക്കും പറ്റും എന്ന് പറഞ്ഞിട്ട് നയന പറയുകയാണ്. ഇവൻ്റെ മനസ്സിലൊരു വലിയ രഹസ്യം സൂക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്, അതിൻ്റെ പേരിൽ കുറേ ആയി ഇപ്പോൾ ഇങ്ങനെ ആദർശേട്ടനെ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അന്ന് ഇങ്ങനെ അനഘയുടെ ഇങ്ങനെ ചന്തുമോളുടെ അമ്മയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ സ്വന്തം കുഞ്ഞോ എന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, സത്യം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ
ദേവയാനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ഒരിക്കലും ഒരാളെ വഞ്ചിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നൈനമോൾ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു അവൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരും പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല, അവൻ തന്നെ എന്നോട് ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അഭിനോടാണെങ്കിലും ഇങ്ങനെ നൈന പറയുന്നുണ്ടായിരുന്നു അവൻ ഈ ഒരു രഹസ്യം വെച്ചുകൊണ്ടാണ്, മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ഇങ്ങനെ സ്വന്തം അവന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, അവൻ അതിങ്ങനെ ഉപയോഗിച്ച് ഒരുപാട് പണം തട്ടി ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന്, ഇനി അതെന്തായാലും നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കുടുംബം തകർക്കുന്ന പരിപാടിയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല, എൻ്റെ ആദർശേട്ടന് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ നിൻ്റെ അമ്മയുടെ ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാം, പക്ഷേ ഞാനതൊന്നും ആരോടും പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അയ്യോ മോളെ ഈ കാര്യം എന്നോട് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അതിനുശേഷം പിന്നീട് ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ ബ്ലാക്ക് മെയിൽ ആദർശേട്ടൻ്റെ അടുത്ത് നടക്കില്ലല്ലോ, അതെന്തായാലും അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ നൈനി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ജലജയ്ക്കാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടേ എന്നറിയാത്തൊരവസ്ഥയാണ്. എന്നാലും അവരുടെ മുന്നിൽ നിന്നിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഞാൻ എന്താ ഈ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനീനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഒരു കാരണമില്ലാതെ ഈ കുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനി നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവയാനി ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നത് തന്നെ ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ എന്നാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കും അമ്മ എന്താ കേട്ടതെന്ന് ചോദിക്കും. അപ്പോൾ അഭി സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ നിന്നപ്പോഴാണ് നൈനമോളെല്ലാം തുറന്നു പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ചന്തുമോളുടെ അച്ഛൻ നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതിലൊരു തെറ്റുണ്ട് അമ്മയെന്ന് പറയും. അപ്പോൾ എനിക്കതൊന്നുമല്ല അറിയേണ്ടത്, ആ മോളുടെ അച്ഛൻ നീയാണോ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അനഘയുടെ വീട്ടിൽ പോയ കാര്യങ്ങളും അന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിനക്ക് എന്നാടാ ഈ ഒരു സ്വഭാവം തുടങ്ങിയത്? അപ്പോൾ കൊച്ചുമകൻ്റെ തെറ്റ് മറച്ചു വെക്കാനായിരിക്കുമല്ലേ ആ മോളെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, കാരണം അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ആദർശിൻ്റെ കരണത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നയന ചെന്നിട്ട് പിടിച്ച് വെക്കുന്നുണ്ടായിരുന്നു അമ്മ എന്താ ഈ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്. ദേവയാനി അടിക്കുന്ന സമയത്തും ആദർശ് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ദേവയാനി അതൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പോൾ നിനക്ക് എന്ന് മുതലാടാ ഇങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയും അടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നയന ചെന്ന് ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട് അമ്മ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ നയനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ മോൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റി, മോൾ ഇവരുടെ കരണത്തടിച്ചോ ഇല്ലെങ്കിൽ രണ്ട് കരണത്തും മാറി മാറി അടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനോടും അങ്ങനെ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടും ഒക്കെ നിൽക്കുന്ന നയനേനെയും ആദർശിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ചന്തുമോളും അവിടെ നോക്കി